ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ +1 മാത്സിലെ ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് കളക്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്, കളക്ഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്, റെയിൻബോ കളേഴ്സിൻ്റെ കളക്ഷൻസ്, അങ്ങനെ കുറേ കളക്ഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. സെറ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷനാണ്. ഒരു കളക്ഷൻ എപ്പോഴാണ് സെറ്റ് ആവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ്. സെക്കൻഡ് വൺ, ദ കളക്ഷൻ ഓഫ് 12 മന്ത്സ് ഓഫ് എ ഇയർ. തേർഡ് വൺ, ദ കളക്ഷൻ ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് വൺ എന്താണ്? ദ സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാളോട് നമ്മൾ ഈവൺ നമ്പേഴ്സിൻ്റെ കളക്ഷൻ പറയാൻ ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും അതിന് ആൻസർ വരിക? 2, 4, 6, 8 എക്സെട്ര അങ്ങനെ പോകും. സെക്കൻഡ് വൺ, ദ കളക്ഷൻ ഓഫ് 12 മന്ത്സ് ഓഫ് എ ഇയർ. അപ്പോൾ ഒരു വർഷത്തിലുള്ള 12 മാസങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഡിസംബർ വരെ പറയും. ഓക്കെ. ഇനി തേർഡ് വൺ, ദ കളക്ഷൻ ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ തന്നെ 11 ബെസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ ഓരോ കുട്ടിയും തരുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ, ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു കുട്ടിയുടെ ചോയ്സ് ആയിരിക്കും. ആ കുട്ടിക്ക് ബെസ്റ്റായി തോന്നിയ പ്ലെയർ ആയിരിക്കില്ല മറ്റൊരു കുട്ടിയുടെ ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കും ആ കുട്ടി ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരാളോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കില്ല അതേ സെയിം ക്വസ്റ്റ്യൻ വേറൊരു കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുക. ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, ആ ഒരു സെൻറ്റൻസിൽ ആ ബെസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ആ ഒരു കളക്ഷനെ നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല? സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. സെറ്റിൻ്റെ ഡെഫിനിഷനാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അതിൽ ലിസ്റ്റ് ചെയ്യുന്ന എലമെൻസിനെയാണ്. സെറ്റിന് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ക്യാപിറ്റൽ A, B, C, D, X, Z അങ്ങനെ ഏത് ക്യാപിറ്റൽ ലെറ്ററും ഈ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സെറ്റിനുള്ളിലുള്ള എലമെൻസിനെ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. സ്മോൾ ലെറ്റർ A, B, C, D, N എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻസ് ഓഫ് സെറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം ആണ്. അതിൻ്റെ വേറൊരു പേര് ടാബുല ഫോം എന്നാണ്. ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ്സ് ആർ ലിസ്റ്റഡ്. ദ എലമെൻറ്റ്സ് ആർ ബീങ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. റോസ്റ്റർ ഫോമിൽ എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻറ്റിനെയും ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ എലമെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് വെച്ചിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 6. 6നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6. അപ്പോൾ അതിനെ റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അകത്തായിട്ട് 1, 2, 3, 6 എന്നാണ് എഴുതുക. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിൻ്റെ സെറ്റാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഏതൊക്കെയാണ്? A, E, I, O, U. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് A, E, I, O, U ആൽഫബറ്റ്സ് എന്ത് ചെയ്യുക? കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പൊസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി വിച്ച് ഇസ് നോട്ട് പൊസസ്ഡ് ബൈ എനി എലമെൻറ്റ് ഔട്ട്സൈഡ് ദ സെറ്റ്. ഒരു കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റ്സിനും ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉണ്ടാവുക തമ്മിൽ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു 2, 3, 5, 7 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 2, 3, 5, 7 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. 10ൽ താഴെ വരുന്ന, അല്ലേ, 10ൽ കുറവായിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സാണിത്. ഇതിനെങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എങ്ങനെയുള്ള എക്സുകളാണ്? എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10ൽ കുറവുള്ള പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 1, 3, 5, 7, 9.
ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് എന്തെങ്കിലും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടോ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. 10ൽ കുറവായിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ്. ഇതെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നമ്പർ ലെസ് ദാൻ 10. ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെമ്പേഴ്സാണ് എന്ത്? 1, 2, 3, 5. 2 ഈ സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ 2 ബിലോങ്സ് ടു സെറ്റ് എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിലോങ്സ് ടുവിൻ്റെ സിമ്പിളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 2 ബിലോങ്സ് ടു എ എന്ന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 ഈ സെറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ 3 ബിലോങ്സ് ടു എ എന്ന് ഇങ്ങനെ എഴുതാം. 6 എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലുള്ള ഒരു എലമെൻ്റ് അല്ല. അപ്പോൾ 6 ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്